ഹായ് വെൽക്കം ടു സീറോ ടു ഹീറോ. നിങ്ങൾ ഇത്രയും കാലം അന്വേഷിച്ച് നടന്നിട്ടുള്ള ആ കോളിഫ്ലവർ ഫ്രൈ നിങ്ങളെ മുന്നിലേക്ക് എത്തി മക്കളെ. നല്ല ടേസ്റ്റി ആയിട്ട് ക്രിസ്പി ആയിട്ട് അടിപൊളിയായിട്ട് എങ്ങനെ ഇത് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടി ഒരു പാത്രത്തിൽ അല്പം വെള്ളം ഞാനിവിടെ തിളക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വെളുത്തുള്ളി ഇതുപോലെ ചതച്ചിട്ട് കൊടുക്കുക. അതൊന്ന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ അടച്ചു വെച്ച് വെള്ളം ഒന്ന് തിളക്കാൻ അനുവദിക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞ് തയ്യാറാക്കി വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഞാനിതാ ഒരു മീഡിയം സൈസ് വലുപ്പത്തിൽ തന്നെയാണ് ഇത് അരിഞ്ഞിട്ടുള്ളത്. പറ്റ ചെറുതല്ല. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതൊന്ന് തിളച്ച് വരാൻ അനുവദിക്കുക. ഒരു 2 മിനിറ്റ് നേരം ഇത് തിളപ്പിക്കണം. ഇത് ഒന്ന് സോഫ്റ്റ് ആവാനും അതുപോലെ തന്നെ ഇതിലെന്തെങ്കിലും അണുക്കൾ ഉണ്ടെങ്കിൽ നശിക്കാനും വേണ്ടിയിട്ടാണ്. ഇനി ഇത് 2 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കി വാർത്ത് വെക്കുക. വെള്ളമൊക്കെ വലിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴേക്കും ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, കൂടെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും, കൂടെ 1 ടീസ്പൂൺ ചിക്കൻ മസാലയും, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും, ആവശ്യത്തിനല്ല ഒരു ചെറിയ നാരങ്ങ, അരമുറി നാരങ്ങയുടെ നീരും, 1 ടീസ്പൂൺ തൈരും, ഒരു കപ്പല്ല ഇതുപോലെ ഒരു ചെറിയ 1 ടേബിൾ സ്പൂണോളം ഉണ്ടാകും കോൺഫ്ലോറും കൂടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇത് ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കുക. അല്പം ഇതുപോലെ കുറച്ചീച്ച വെള്ളം ഒഴിച്ചിട്ട്, വെള്ളം ഏറരുത്, ഇതുപോലെ അല്പാൽപമായി വെള്ളം ഒഴിച്ചിട്ട് നന്നാക്കി മിക്സാക്കി കൊടുക്കുക. ഈ ഒരു ലൂസിലാണ് ഈ ഒരു മസാലക്കൂട്ട് നമുക്ക് കിട്ടേണ്ടത്. ഇതിലേക്ക് ഞാനിപ്പോൾ ഉപ്പിട്ടിട്ടില്ല, കാരണം നേരത്തെ കോളിഫ്ലവറിലേക്ക് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ അതും കൂടെ ഇട്ട് ഇളക്കി കൊടുത്തിട്ട് ഇനി ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇടാമെന്ന് വിചാരിച്ചു. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി തിളപ്പിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഈ കോളിഫ്ലവറും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുത്ത് ഈ മസാലകളൊക്കെ കോളിഫ്ലവറിലേക്ക് പിടിച്ചിങ്ങോട്ട് വരണം. ഇപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഒരു കുറച്ച് ഉപ്പിൻ്റെ കുറവ് തോന്നി. അതുകൊണ്ട് തന്നെ ഒരു ശകലം ഉപ്പ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതും കൂടി കൂട്ടി നന്നാക്കി മിക്സാക്കി കൊടുക്കുക. ഞാനിതിവിടെ ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഈ മസാലകളൊക്കെ ഈ കോളിഫ്ലവറിലേക്ക് ഇങ്ങോട്ട് പിടിച്ച് വരണം. ഈ ഒരു കോൺഫ്ലോർ ഇതിലേക്ക് ചേർക്കുന്നതുകൊണ്ട് ഈ ഒരു 1/2 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആയി വരും. ഇനി ഇത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചിങ്ങോട്ടെടുക്കുക. ഇത് പൊരിച്ചെടുക്കുമ്പോഴുള്ള ആ ക്രിസ്പിനെസ്സും ആ ടേസ്റ്റും ആ തൈരും നാരങ്ങ ആ മസാലകളൊക്കെ കൂടി കലർന്നിട്ടുള്ളൊരു ടേസ്റ്റ് അടിപൊളി തന്നെയാണ്. ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ടേസ്റ്റ്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് തന്നെയാണ്. ഇത് നേരത്തെ ഒന്ന് തിളപ്പിച്ചെടുത്ത കോളിഫ്ലവർ ആയതുകൊണ്ട് തന്നെ അധികം വേഗമൊന്നും ഉണ്ടാവില്ല. അതുപോലെ ഈ ഒരു കളർ ബ്രൗൺ ഒരു അപ്പുറം ഒന്ന് നെരിഞ്ഞ് കിട്ടിയാൽ നമുക്കിത് മറിച്ചിടാവുന്നതാണ്. ഒരു 90% വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് കറിവേപ്പും കൂടിയാണ് ആവശ്യം. അത് ഈ ഒരു സ്റ്റേജിൽ തന്നെ ഇട്ട് കൊടുക്കണം. കറിവേപ്പും കൂടെ ഒന്ന് നെരിഞ്ഞ് കിട്ടുമ്പോൾ അത് തിന്നുമ്പോൾ ആ കറിവേപ്പും കൂടെ കടിച്ചു പോകുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് ആ പൊരിച്ചെടുത്ത കറിവേപ്പ്. അപ്പോൾ ഇതൊന്ന് കറിവേപ്പ് ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. കറിവേപ്പ് നല്ലോണം ഒന്ന് നെരിഞ്ഞാൽ നമുക്കിത് കോരാവുന്നതാണ്. ഈ സൗണ്ട് ഒന്ന് ശ്രദ്ധിക്കണേ. ഈ സൗണ്ട് കേട്ടാൽ അറിയാലേ അത്ര ക്രിസ്പി ആയിട്ട് അടിപൊളിയായിട്ട് നമുക്ക് നമ്മളെ കോളിഫ്ലവർ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കണ പോലുള്ള റെസിപ്പീസ് കിട്ടണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാനും കൂടെ ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി പ്രസ് ചെയ്യാനും ആരും മറക്കരുത്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.